നമ്മൾ മലയാളികളുടെ ഒരു ദേശീയ തൊഴിലാണല്ലോ പ്രവാസം. അങ്ങനെ ഞാനും ഒരു പ്രവാസിയായിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ്. എന്നെപ്പോലെ ഈ വർക്ക് വിസയിൽ വരുന്ന പ്രവാസികളുടെ ഒരു മെയിൻ പ്രശ്നം ഇവിടെ ഒന്നും ധൈര്യപ്പെട്ട് വാങ്ങാൻ പറ്റില്ല എന്നാണ്. നമ്മളെന്തെങ്കിലും ഇവിടെ കുറേ കാശ് കൊടുത്ത് മേടിച്ച് പെട്ടെന്ന് വിസ ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ വിസ പുതുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്താൽ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. നമുക്ക് വല്ല പി ആറോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിവിടെ ധൈര്യമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ചെയർ ഒരു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അത് പിന്നെ കാലപ്പഴക്കം കൊണ്ട് ഒരു നിലയ്ക്കും ഉപയോഗിക്കാൻ പറ്റാണ്ടായപ്പോൾ അവസാനം ഒരു ഗെയിമിംഗ് ചെയർ മേടിക്കാമെന്ന് വിചാരിച്ചു. ഗെയിമിംഗ് ചെയർ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് ഇരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ചാരി ഇരിക്കാം, കുറച്ചും കൂടിയും ഒരു ആയാസം കുറയുന്നതാണ് നമ്മുടെ കണക്കൂട്ടൽ. അങ്ങനെയാണ് ഇപ്പോൾ ഇത് മേടിച്ചത് വാൾമാർട്ടിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ ഈ കുത്തക മുതലാളിമാരായ വാൾമാർട്ട്, അതേ കട. നാട്ടിൽ നമുക്ക് അങ്ങനെ കുത്തക മുതലാളി എന്നൊക്കെ പറയാം, പക്ഷേ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന പ്രവാസികൾക്ക് ഒരു അനുഗ്രഹമാണ് ഈ വാൾമാർട്ട്. അവിടെ നിന്നാണ് അത്യാവശ്യം നമ്മളെ കൊണ്ട് താങ്ങാവുന്ന ബഡ്ജറ്റിൽ സാധനങ്ങൾ കിട്ടുള്ളൂ. വേറെ ഏത് കടയിൽ പോയാലും ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ കുറച്ച് കുറവായിരിക്കും, എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പോൾ ഈ ചെയർ OFM Essentials എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ഇത് മേടിച്ച സമയത്ത് ഇതിന് $80 $80 അന്നത്തെ റേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 6000 അതിൻ്റെ അടുത്ത് വരും. അപ്പോൾ എന്തായാലും പെട്ടി പൊട്ടിക്കാം. കത്തി വെച്ച് തുറക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എഴുതിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്രിക വെച്ച് ചെയ്യേണ്ടി വന്നത്. ഈ കത്രികയും കത്തി എന്നുള്ള വ്യത്യാസം എന്താ എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ നമ്മൾ തുറക്കണ സമയത്ത് അതിനകത്തുള്ള ഈ കുഷ്യനൊക്കെ ആണല്ലോ, ആ കുഷ്യനുമെങ്ങാനും കത്തി കൊണ്ട് അത് കീറണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അവരങ്ങനെ ഒരു വാണിംഗ് എഴുതിയേക്കണേ, കത്തി കൊണ്ട് തുറക്കരുതെന്ന്. പെട്ടി തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ഇതാണ്. കണ്ടവിടത്തോളം കൊണ്ട് എൻ്റെ പാക്കിങ് വലിയ കുഴപ്പമില്ല, ബബിൾ റാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും വലിയ ഡാമേജ് ഒന്നും കാണാനില്ല. ഇത് ഞങ്ങൾ കടയിൽ പോയിട്ട് മേടിച്ചല്ല, നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേനും വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരും. അല്ലാതെ നമ്മൾ ഈ കടയിൽ പോയി മേടിക്കൽ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരമുള്ള പരിപാടിയല്ല. ഒരു മെച്ചമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താലും നമുക്ക് വേണമെങ്കിൽ വാൾമാർട്ടിൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് റിട്ടേൺ ചെയ്യാം. ഇവിടെ അങ്ങനെ ഒരു മെച്ചമുണ്ട്. എല്ലാ സാധനവും നമ്മൾ മേടിക്കുമ്പോഴും ഒരു 90 ദിവസത്തെ റിട്ടേൺ പീരീഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 90 ദിവസം കഴിയുമ്പോഴത്തേനും തിരിച്ചു കൊടുക്കാം. അന്നേരം നമുക്ക് മേടിച്ച കാശ് തിരിച്ചു കിട്ടും. സാധാരണ കടക്കാർ അങ്ങനെ ചോദിക്കില്ല എന്തുകൊണ്ടാണ് റിട്ടേൺ ചെയ്യണതെന്ന്. നമുക്ക് വേണ്ട നമ്മൾ കൊടുത്തു അത്ര തന്നെ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത്. സാധാരണ ഇവിടുത്തെ ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യില്ല, പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടിയിൽ പാക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അസംബിൾ ചെയ്യണം. നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്, നമുക്കങ്ങനെ അസംബിൾ ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ നാട്ടിലാകുമ്പോഴത്തേനും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും കടക്കാർ തന്നെ ചിലപ്പോൾ അസംബിൾ ചെയ്ത് തരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെ കടക്കാർ അസംബിൾ ചെയ്ത് തരില്ല, നമുക്ക് പെട്ടി കിട്ടും. ആ പെട്ടി നമ്മൾ തുറന്ന് നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. പിന്നെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മളെക്കൊണ്ട് ഇത് അസംബിൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാൻഡിമാനെ വിളിക്കാം. ഹാൻഡിമാൻ എന്ന് പറയുന്നത് ഒരു കൈസഹായം വേണം മലയാളത്തിൽ പറയാം. അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് മണിക്കൂറിന് $8 $10 കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ സഹായിക്കും ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മളെപ്പോലുള്ള യുവാക്കളായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ എല്ലാം അസംബിൾ ചെയ്തെടുക്കാം. വയസ്സാം കാലത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി സാധനമാണ് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ വിളിക്കാം, മണിക്കൂറിന് പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് നിന്ന് കിട്ടിയത്. എല്ലാം നിരത്തി വെച്ച് ഒന്ന് വീഡിയോ എടുത്താണ്. ആ നക്ഷത്രമല്ല കാണുന്നതാണ് അതിൻ്റെ ബേസ്. പിന്നെ കുറേ സ്ക്രൂ ഉണ്ട്, ആ കാണുന്നത് അതിൻ്റെ ചാരുന്ന ഭാഗം, അതുപോലെ ഇരിക്കുന്ന സ്ഥലം. പിന്നെ അതിൻ്റെ 2 കൈ വയ്ക്കുന്ന സാധനങ്ങളുണ്ട്. അതേപോലെ അതിൻ്റെ സ്പ്രിങ് ഉണ്ടല്ലോ, ഹൈഡ്രോളിക് സ്പ്രിങ്, അതാണ് ആ കാർഡ്ബോർഡ് ബെഡിലിരിക്കണേ. പിന്നെ കുറേ സ്ക്രൂ ഉണ്ട്, പിന്നെ അടിയിലത്തെ ചക്രം, ഈ വക സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് നിന്ന് കിട്ടിയത്. പിന്നെ ഒരു മാനുവലുണ്ട്. ഞാനീ പറയണത് ഭയങ്കര സ്ലോ ആണ്, ഞാൻ ഭയങ്കര കത്തിയാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ നേരെ യൂട്യൂബിൽ പോവുക. അതിനകത്ത് സ്പീഡ് കൂട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു 1.x അല്ലെങ്കിൽ 1.7x ഇട്ട് കഴിഞ്ഞാൽ മതി, നല്ല സ്പീഡിൽ വീഡിയോ പൊക്കോളും, ഇത്രയും ലാഗ് ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ വന്ന സ്ക്രൂവും അതേപോലെയുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളും. ഈ കാണുന്ന എല്ല് പോലെയുള്ള സാധനം വെച്ചാണ് നമ്മൾ മെയിൻ അസംബ്ലിങ് നടത്തണേ. ആ അസംബിൾ ചെയ്യുന്ന ടൂളും അവർ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ആ ടൂൾ ഉണ്ടാവണം നിർബന്ധമില്ല. ഇതാണ് അതിൻ്റെ മാനുവൽ, എന്തൊക്കെ സംഗതികൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന്. ഈ കാണുന്നത് അതിൻ്റെ വാറണ്ടിയാണ്, ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഓരോന്നിനും സെപ്പറേറ്റ് വാറണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അസംബ്ലിങ് തുടങ്ങുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമായിരുന്നു, ആ കുറ്റി എടുത്തങ്ങ് വെച്ചാൽ മതി.
ഹൈഡ്രോളിക്കായിട്ട് നമ്മളെ ചെയർ പൊക്കുന്ന കുറ്റി ഉണ്ടല്ലോ അത്. ഈ സാധനം ഒരിക്കൽ വെച്ച് നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിറ്റി കൊണ്ട് അടിച്ച് തിരിച്ചെടുക്കേണ്ടി വരും. ഈ കാണുന്നതാണ് അതിൻ്റെ ലിവർ. ഇത് നമ്മൾ അടിയിലോട്ട് താത്തും അല്ലെങ്കിൽ മേലോട്ട് പൊക്കുമ്പോഴാണ് അത് കസേര മേലോട്ട് പൊന്തണേ. അതേപോലെ അതിൻ്റെ ലോക്കാക്കാനും ഇതേ ലിവർ തന്നെ ഉപയോഗിക്കണേ. ഇത് ഫിറ്റ് ചെയ്യാനും വലിയ കുഴപ്പമില്ല. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന പോലെ നമുക്ക് താഴ്ത്തിയും പൊന്തിയൊക്കെ നോക്കാം. ലിവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് താത്താൻ പറ്റണേ. കൈ കൊണ്ട് അത് താത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അമർത്തുമ്പോൾ താഴ്ന്നു പോകുന്ന പോലെയല്ല, നമ്മൾ കൈ കൊണ്ട് അത് അമർത്താൻ ശ്രമിക്കുമ്പോൾ നന്നായിട്ട് ബലം കൊടുക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇരിക്കുന്ന ആ കുഷ്യൻ ഉണ്ടല്ലോ, ആ കുഷ്യൻ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് അത് എടുത്തിട്ട് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റുമേ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ ആ ഇരിക്കുന്ന കുഷ്യൻ വെച്ചിട്ട് പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പതുക്കെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ബോറിംഗ് ആണല്ലോ ഈ പരിപാടി. അതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടാണ്. അപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ കാണുകയും ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മതിയല്ലോ. നേരത്തെ കുറേ വ്യത്യസ്ത സ്ക്രൂകൾ കണ്ടല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് വ്യത്യാസമുള്ള സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ്. ചിലതിന് നീളം കൂടുതലായിരിക്കും, അപ്പോൾ അതിൻ്റേതായ സ്ഥലത്ത് മാത്രമേ കയറുള്ളൂ. അതേപോലെ ചില സ്ക്രൂവിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും, ഡയമീറ്റർ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. അത് നോക്കി നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാ സ്ക്രൂ ആണെങ്കിലും ആ ഒറ്റ ടൂള് മതി. അതിനെ അലാൻ റെഞ്ച് എന്ന് പറയും, ആ എൽ ഷേപ്പിലുള്ള ടൂളിനെ. അടുത്ത പരിപാടി ഇരിക്കണ ഭാഗത്തിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കലാണ്. ഹാൻഡിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ ഹാൻഡിൽ ഇതുപോലെ പിടിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ച് സാധാരണ പോലെ സ്ക്രൂ ചെയ്ത് കയറ്റുക. ഇതിന് പ്രത്യേകിച്ച് ഒരാളുടെ സഹായം വേണ്ട, നമുക്ക് ഒറ്റ തന്നെ ചെയ്യാൻ പറ്റും. ഈ കാണിക്കുന്നതാണ് അതിൻ്റെ സ്ക്രൂ. മെയിനായിട്ട് ഒരു ഹാൻഡിലിന് 2 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ 2 സ്ക്രൂവും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ ഹാൻഡിൽ പിടിപ്പിക്കുന്ന പണി വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് അതങ്ങോട്ട് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി, സംഗതി പെട്ടെന്ന് തീർന്നു. ഈ അലാൻ റെഞ്ചിൻ്റെ അതേ സൈസിലുള്ള ബിറ്റ് നമുക്ക് ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിൽ കിട്ടും. അതാണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും, ഇതുപോലെ കിടന്ന് കറങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ സംഗതി ഏറെക്കുറെ ഇരിക്കാവുന്ന കണ്ടീഷനായിട്ടുണ്ട്. ഹാൻഡിൽ ഫിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഭാഗം ആ ഹൈഡ്രോളിക്കിൻ്റെ മുകളിൽ വെച്ചു കിടന്ന് കറങ്ങുന്നുണ്ട്. ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇരുന്ന് ചാരുന്ന ഭാഗത്തിൻ്റെ സ്ക്രൂ ആണ്. ഈ 4 സ്ക്രൂമിലാണ് ആ ചാരുന്ന ഭാഗം വെയിറ്റ് താങ്ങി നിൽക്കുന്നത്. അത് കണ്ടിട്ട് വലിയ ഒരു ഉറപ്പ് തോന്നുന്നില്ല. നമ്മൾ ഒരു വലിയ ആളിരുന്ന് ചാരുമ്പത്തേനും ഈ 4 സ്ക്രൂ അതുമ്പോൾ പിടിപ്പിച്ച് അത് നിൽക്കുമോയെന്നറിയില്ല. എന്തായാലും ഫിറ്റ് ചെയ്ത് നോക്കാം, പറ്റിയാലും തിരിച്ചു കൊടുക്കാം. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരാളെ സഹായം വേണ്ടി വരും. കാരണം ആ വലിയ സാധനം നമ്മൾ പിടിച്ച് നമ്മൾ സ്ക്രൂ ചെയ്യണ്ടേ. ഒരാൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ രണ്ടാമനാണ്. ഞാനത് തുടങ്ങിയ സമയത്ത് അവരിങ്ങനെ കണ്ട് കറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ വന്നില്ല. അത് കാരണം ഇത്ര നേരം സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. രണ്ടാളും ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കില്ല. മൂത്ത ആശാനാണ് അവിടെ നീല ബനിയിട്ട് നിൽക്കുന്നത്. പുള്ളിയുടെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രൂ അതുപോലത്തെ സാധനങ്ങളൊക്കെ പതുക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളിയുടേതായൊരു സ്റ്റോറേജ് ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കലാണ്. സാധാരണ കുറച്ച് കഴിയുമ്പോഴത്തേനും സ്ക്രൂ കാണാണ്ടാവുന്നു, പുള്ളി എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുന്നു, ഹൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മളത് കണ്ടുപിടിക്കാൻ പോയാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അവനോട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചെടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രൂ ആശാൻ്റെ കയ്യിലായി. അതേപോലത്തെ രണ്ടാമത്തവൻ ആ ക്യാമറ പിടിച്ച് ക്യാമറയുടെ ആംഗിളും മാറ്റി വെച്ചു. എന്തായാലും ആംഗിൾ മാറ്റിക്കൊണ്ട് ഇപ്പോൾ അവൻ എടുക്കുന്നത് കാണാൻ പറ്റി. ഇപ്രാവശ്യം പിന്നെ അധികം കോംപ്ലിക്കേഷൻ ഇല്ലാതെ സാധനം കണ്ടുപിടിച്ചു. ഈ ആംഗിൾ മാറ്റി വെച്ച കാരണം ചാരുന്ന ഭാഗം ഫിക്സ് ചെയ്യുന്നത് മര്യാദയ്ക്ക് ഈ വീഡിയോയിൽ കിട്ടിയില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ള അസംബ്ലിങ് പൂർത്തിയായി. ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. സംഗതി അടിപൊളിയാണ്. ഇരിക്കുമ്പോഴത്തേനും നല്ല സുഖമൊക്കെ ഉണ്ട്, ചാരുമ്പോഴത്തേനും ബാക്കിലോട്ട് പോകുന്നുണ്ട്, തിരിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താ വീഴാൻ പോകുന്ന ഫീലൊന്നുമില്ല. സ്ക്രൂ 4 ഉള്ളെങ്കിലും ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചായിരുന്നു അതുകൊണ്ട് നിൽക്കുമെന്നൊക്കെ. സംഗതി പൊന്തനും താഴണമൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ സ്ക്രൂകളൊക്കെ ഫൈനലായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക എന്നാണ്. ഇപ്പം എന്തായാലും സ്പീഡ് ഒന്നുകൂടി കൂട്ടാം, സ്പീഡ് കുറച്ച് വെച്ചേക്കായിരുന്നു. ഈ ഫൈനലായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറും അതേപോലെ ഈ സൈസിലുള്ള ഹെക്സ് ബിറ്റും ഉണ്ടെങ്കിൽ
കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ ഈ കിടന്നിട്ട് ഇങ്ങനെ ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രൂ കാണാത്ത വിധത്തിൽ കുറേ ക്യാപ്പുകളൊക്കെ വരും. അതുകൊണ്ട് പിന്നെ ടൈറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ക്യാപ്പ് ഊരി തിരിച്ചൊക്കെ വെക്കേണ്ടി വരും. ഈ കാണുന്നതാണ് അതിൻ്റെ ക്യാപ്പുകളൊക്കെ. ക്യാപ്പുകൾ നമ്മൾ വെക്കുക, പിന്നെ ഒന്ന് ഇടിച്ച് ഉറപ്പിച്ച് വെക്കുക. ക്യാപ്പിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ക്രൂ ഒന്നുമില്ലല്ലോ. വെക്കുക, അമർത്തുക, ഇടിച്ച് സെറ്റാക്കുക. ഇനി ബാക്കിയുള്ള പരിപാടി ഇതിൻ്റെ ചക്രങ്ങളാണ്. ചക്രങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. 5 ചക്രങ്ങളാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. 5 കാലാണല്ലോ ഇതിനകത്തുള്ളത്. ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസേര ഒന്ന് മറച്ചിടുക. മറച്ചിട്ട് കഴിഞ്ഞിട്ട് വലിയ ആയാസമില്ലാതെ തന്നെ അത് സ്ലൈഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അത്രയും ബലം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഘടിപ്പിച്ചെടുത്ത ഗെയിമിംഗ് ചെയർ. ഞാനിപ്പോൾ 6 അടിയാണ്. ഞാൻ ചാരിയിരുന്നാലും എൻ്റെ കഴുത്തിൻ്റെ അത്രയ്ക്ക് തന്നെ അത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കസേര താങ്ങി നിർത്തുന്നുണ്ട്. അത് തന്നെ സ്ലൈഡ് ചെയ്ത് ഇഴുകി താഴ്ത്തിട്ട് വരുന്നില്ല. കറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ശബ്ദം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ എൻ്റെ ഹാൻഡിൽ കണ്ടിട്ട് അത്ര ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഹാൻഡിൽ ഇങ്ങനെ മേടിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടേബിളിനകത്തോട്ട് കുറച്ച് കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ഫിക്സഡ് ആണെങ്കിൽ പറ്റില്ല. ഈ ഹാൻഡിലാകുമ്പോഴത്തേന് നമുക്ക് പൊക്കി വയ്ക്കാം, നമുക്ക് ടേബിളിനകത്തോട്ട് കുറച്ച് കയറിയിരിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പറ്റാവുന്ന പോലെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ ടെസ്റ്റിംഗ് കാണിച്ച് അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.